ജബ്ബു രാവിലെ തന്നെ പനവെട്ട് തുടങ്ങിട്ടാ. ഇന്ന് നമ്മളെല്ലാരും കൂടിയിട്ട് ചൂണ്ടാൻ പോകാനുള്ള പരിപാടിക്കാണ്. പനവെട്ടില് ജബ്ബുര് കിങ്ങാന്നാണ് വെപ്പ്. വെട്ടി തുടങ്ങിയപ്പോ മനസ്സിലായി ജബ്ബുവിനെ കൊണ്ടൊന്നും സാധിക്കില്ല. അതിന്റെ അടിക്കാണ് രാവിലെ തന്നെ തെറ്റി റീചാർജ് ചെയ്തിട്ട് വിളിച്ചിട്ട് തൊഴിലില്ല. പാതിരായാലും ഇത് തീരില്ലാന്ന് തോന്നുന്നുണ്ട്. രാവിലെ 6 മണിക്ക് തുടങ്ങിയത്. അന്നെ വട്ടാൻ വന്ന ധൃതിയിലാണെങ്കിൽ ജബ്ബു ചൂണ്ടെടുക്കാൻ പറഞ്ഞു. ഇപ്പൊ അതെടുക്കാൻ പോവാ. ചീത്തുമാനാണ് കെട്ടഴിക്കാൻ കൂടെ സാധനം കെട്ടാക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവസാനം പിന്നെ കെട്ടഴിക്കാൻ ഞാൻ തന്നെ വരേണ്ടി വന്നു. കെട്ടഴിക്കുന്നതിന്റെ ഇടയിലാണ് ചീത്തുമാൻ പറഞ്ഞത് കുളത്തെടുക്കാൻ പറഞ്ഞു. പിന്നെ നേരെ ഓട്ടോറിക്ഷ എടുത്തിട്ട് ഇപ്പൊ കടയ്ക്ക് പഠിച്ചു. ദൈ കാണാൻ നമ്മുടെ ഷാപ്പിന്റെ അടുത്ത പാടം. രാവിലെ കൂടെ വന്നിരിക്കാൻ നല്ല വൈബാണ് കേട്ടോ. വേണമെങ്കിൽ ഒന്നിരുന്ന് നോക്ക്. അങ്ങനെ ചീത്തുമാൻ പറഞ്ഞ പ്രകാരം ടാങ്കീസും കൊടുത്ത ഇബുക്കരുടെ വെച്ചിട്ട് തിരിച്ച് ചീത്തുമാന്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ബജർക്കാണെങ്കിൽ കോഴിക്കോട്ടിൽ ബ്രാലിനെ പിടിക്കില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ താനെത്തിക്ക് വന്നു കോഴിക്കോട്ടിൽ എടുക്കാനായിട്ട്. അപ്പം നമ്മൾ സ്പോട്ടിലെത്തിട്ടാ. സ്പോട്ടിലെത്തിയപ്പോ തന്നെ മീൻ പിടുത്തത്തിൽ അഗ്രഗണ്യനായ ആശാനെ വിളിച്ച് നമ്മൾ അനുഗ്രഹം മേടിച്ചുട്ടാ. ഇപ്പോഴേക്ക് ഷീത്തുമാൻ മീൻ പിടിച്ചു തുടങ്ങിട്ടാ. ഷീത്തുമാനാണെങ്കിൽ 1.5 ഇഞ്ച് വലിപ്പമുള്ള കരിപ്പിടീനെ പിടിച്ചത്. ഷീത്തുമാനാണെങ്കിൽ പിടിപിടിന്ന് പറഞ്ഞിട്ടാ മീൻ പിടിക്കിന്. 2 മീൻ പിടിച്ചപ്പോഴേക്ക് ആൾക്ക് അഹങ്കാരായി. ഫഹദിക്കാണെങ്കിൽ രാവിലെ തൊട്ട് അന്നദാനം തുടങ്ങിയതാ. പിന്നെ ഞാനൊരു 1.5 വലിപ്പമുള്ള ഒരു പരലിനെ പിടിച്ചുട്ടാ. ഫഹദിക്ക് ഇപ്പോഴും മീൻ ഊട്ടിക്കൊണ്ടിരിക്കുന്നയാട്ടാ. ജബ്ബു ആണെങ്കിൽ ഇവിടെ ബ്രാലിനെ പിടിക്കാൻ വന്നിട്ട് ഒരു പരലിനെ പോലും പിടിച്ചില്ലാട്ടാ. ഫഹദിക്ക് കൂടെ മീൻ ഊട്ടി നടത്തിയിട്ട് ഞങ്ങൾക്ക് കൂടെ മീൻ കൊത്താണ്ടായി. മീൻ്റെ ഒക്കെ വയർ നിറഞ്ഞു തോന്നുന്നുണ്ട്. ഇത്ര അധികം മീനോട്ട് നമ്മുടെ തൃപ്രയാർ അമ്പലത്തിൽ വെളി നടത്തിയിട്ടുണ്ടാവില്ല. അവസാനം 1.5 കിൻഡൽ മീനായിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ടാ.